അസ്സലാമു അലൈക്കും. നമ്മളിപ്പോൾ ഇന്നുള്ളത് റാഹ റിലീഫ് സെന്റിന്റെ കടയിലാണ് കേട്ടോ. ഇതിന്റെ ഉദ്ഘാടനം കഴിഞ്ഞിട്ട് 2 ദിവസത്തോളം ആയിട്ടുള്ളൂ. അപ്പോൾ അതിനെപ്പറ്റി വിശദമായിട്ട് പറയാൻ നമ്മുടെ ഊരാ പഞ്ചായത്തിലെ വനിതാ ലീഗിന്റെ സെക്രട്ടറി നമ്മുടെ കൂടെ ഉണ്ട്. ബാക്കി കാര്യങ്ങളൊക്കെ അവർ പറയും കേട്ടോ. നമ്മുടെ കൂടെയാണുള്ളത്. വനിതാ ലീഗിന്റെ റാഹ റിലീഫ് സെല്ലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്നിപ്പോൾ ഇത് തുടങ്ങിയിട്ട് 1 വർഷം 2 മാസത്തോളമായി. എങ്കിലും ഇതിന്റെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനമാണ് 2 ദിവസം മുമ്പ് കഴിഞ്ഞത്. ഇതിനോടൊക്കെ തന്നെ ഒരുപാട് പ്രവർത്തനങ്ങൾ ഒരുപാട് ആളുകൾക്ക് ഉപകാരം ചെയ്യാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. റിലീഫ് സെല്ലിന്റെ കീഴിൽ ഒരുപാട് പാവപ്പെട്ട ആളുകളെ, ഇടത്തരം കുടുംബക്കാരെ ഒക്കെ സഹായിക്കാൻ നമുക്ക് സാധിച്ചു. ഇതിന്റെ പ്രവർത്തനം എന്ന് പറയുന്നത് ഇതിൽ നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ നല്ല മനസ്സുള്ള ആളുകളുടെ കയ്യിൽ നമ്മൾ കളക്ട് ചെയ്യാൻ നമ്മളിലേക്ക് എത്തിച്ചു തരുന്നുണ്ട്. അതുപോലെ നമ്മുടെ പഞ്ചായത്തിൽ നിന്നുകൊണ്ട്, പഞ്ചായത്തിന്റെ പുറത്തു നിന്നുകൊണ്ട് ഫർണിച്ചറുകളായിട്ട് വരുന്നുണ്ട്. അതുപോലെ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളുണ്ട്, തുണിത്തരങ്ങളുണ്ട്. അങ്ങനെ റീയൂസ് ചെയ്യാൻ പറ്റുന്ന എന്തൊക്കെയുണ്ടോ അതൊക്കെ നമ്മൾ കളക്ട് ചെയ്ത് അതിന്റെ യഥാർത്ഥ അവകാശികൾക്ക്, അതായത് യഥാർത്ഥ ആവശ്യക്കാരിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളൊരു പണി മാത്രമാണ് റിലീഫ് സെല്ല് ചെയ്യുന്നത്. ഇത് ഊരകം പഞ്ചായത്ത് വനിതാ ലീഗ് കമ്മിറ്റിയുടെ കീഴിലാണ് ഇത് നടക്കുന്നത്. പഞ്ചായത്തില് വനിതാ ലീഗിന്റെ ഒരുപാട് പ്രവർത്തകർ ഇതിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊരു സംഭവം തുടങ്ങാനുണ്ടായൊരു കാര്യം, ഞാൻ ഊരകം പഞ്ചായത്ത് വനിതാ ലീഗിന്റെ ജനറൽ സെക്രട്ടറിയാണ്. ഈ ഒരു തരത്തിൽ ആവുന്നതിന് മുൻപ് തന്നെ എൻ്റെ വീട്ടിൽ ചെറിയൊരു ബക്കറ്റ് വെക്കാനുണ്ടായിരുന്നു. പഴയ തുണികളും അതുപോലെ തന്നെ നമുക്ക് കേടാവാത്ത നമ്മുടെ സൈസ് കുറയുകയൊക്കെ ചെയ്യുമല്ലോ കുട്ടികളുടെ, അതൊക്കെ വെക്കാൻ. അതൊക്കെ നമ്മുടെ അടുത്ത് വരുന്ന പലരും അതൊക്കെ വളരെയധികം സന്തോഷത്തോടെ എടുത്തു കൊണ്ടുപോകുന്ന ഒരു സംഭവം കണ്ടു. അപ്പോൾ ഇത് കണ്ട് എൻ്റെ ഹസ്ബൻഡ് എൻ്റെ അടുത്ത് പറഞ്ഞതായിരുന്നു, ഇങ്ങനെയൊന്ന് വലിയ രീതിയിൽ നിനക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നല്ലതായിരിക്കുമെന്ന്. അതെൻ്റെ കൂടെയുള്ള എൻ്റെ സഹപ്രവർത്തകരുമായിട്ട് ചർച്ച ചെയ്തു. അവരും ഇതിനൊക്കെ നല്ലൊരു കാര്യമാണെന്ന് പറഞ്ഞ് സപ്പോർട്ട് ചെയ്യുകയും കൂടെ നിൽക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെയൊക്കെ വാർഡുകളിൽ നിന്നും അവർക്കൊക്കെ കളക്ട് ചെയ്യാൻ പറ്റുന്ന അത്തരം സാധനങ്ങൾ അവർ എത്തിച്ചു തരാൻ തുടങ്ങി. അത് ഞങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെയും നമ്മുടെ വനിതാ ലീഗിൻ്റെയും അതുപോലെ വാർഡുതലുള്ള ഗ്രൂപ്പുകളിലൂടെയൊക്കെ ഷെയർ ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഇതിനോടകം തന്നെ ഒരുപാട് ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ വിതരണം ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അതായത് ഫ്രിഡ്ജ് പോയിട്ടുണ്ട്, മിക്സി പോയിട്ടുണ്ട്, അതുപോലെ ഫർണിച്ചറുകൾ കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ടേബിൾ ചെയറുകൾ, ബെഡുകൾ, ഇതുപോലെ രോഗികൾക്ക് ആവശ്യമായിട്ടുള്ള എയർ ബെഡ്, അതുപോലെ ഒരുപാട് ഡ്രസ്സുകൾ തന്നെ ഇവിടുന്ന് പോയിട്ടുണ്ട്. ഇതിലൊക്കെ നമുക്ക് ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, പാവപ്പെട്ടവരെക്കായി കൂടുതൽ ഇതിൻ്റെയൊക്കെ ആവശ്യക്കാർ ഇടത്തരം കുടുംബങ്ങളിലാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. പാവപ്പെട്ടവരെ സഹായിക്കാൻ ഒരുപാട് ആളുകളും ചോദിക്കാനും തന്നെ അവർക്ക് വല്ലാതെ പ്രയാസം തോന്നാറുണ്ട്. എന്നാൽ ഇത് മറ്റുള്ളവരെ അറിയുന്നതിൽ പ്രയാസവും എങ്കിലും ആവശ്യക്കാരും ഒക്കെയുള്ള ഒരു അവസ്ഥകളാണ് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഉള്ളത്. ആ ഒരു സാഹചര്യത്തിൽ നമുക്കിത് റിലീഫ് സെല്ലിലൂടെ അവർക്കത് നൽകാൻ പറ്റുന്നത് വളരെ വലിയൊരു ആശ്വാസമാണ്. അപ്പോൾ അതുപോലെ തന്നെയാണ് റിലീഫ് സെല്ലിൻ്റെ മറ്റൊരു പ്രവർത്തനമാണ് ബ്രൈഡൽ ഡ്രസ് കളക്ഷൻ നമുക്കുണ്ട്. അതിലൂടെ നമ്മൾ കൊടുക്കുന്നത്, ബ്രൈഡൽ ഡ്രസ്സിന് നമ്മളൊരു തുച്ഛമായ വാടക ഈടാക്കുന്നുണ്ട്. അതിൽ നിന്ന് ലഭിക്കുന്ന ആ ഒരു ഫണ്ടും റിലീഫ് സെല്ലിൻ്റെ പ്രവർത്തനത്തിലോട്ട് തന്നെയാണ് പോകുന്നത്. അപ്പോൾ ഒരു വിവാഹ ദിനം എന്നൊക്കെ പറയുമ്പോൾ കുറഞ്ഞൊരു സമയത്തേക്ക് വലിയ വില കൊടുത്തിട്ടാണ് പലരും വസ്ത്രങ്ങൾ വാങ്ങിക്കാറ്. പക്ഷെ ആ ഒരു കുറഞ്ഞ സമയത്തിന് അവർക്ക് ആശ്വാസമാവാൻ നമുക്ക് സാധിക്കുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ആളുകളിലേക്ക് എത്തിക്കുമ്പോൾ അതിന് ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒന്നും നോക്കാതെ തന്നെയാണ് നമ്മൾ എത്തിക്കുന്നത്. ഇനിയും ഇതുപോലെ പ്രവർത്തനങ്ങൾ ചെയ്യാൻ നാട്ടിൽ തുടക്കട്ടെ എന്നൊരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. ഞങ്ങളെ കൂടെ ഹെൽപ്പ് ചെയ്ത് ഇവിടെ സ്റ്റാഫായി നിന്നുകൊണ്ട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും, തുണികളുടെ കാര്യത്തിലായാലും അത് മടക്കി വെക്കായാലും ആരെങ്കിലും വരുമ്പോൾ എടുത്തു കൊടുക്കുന്നതൊക്കെ ഇവിടെ നിൽക്കുന്ന ഈ സ്റ്റാഫാണ്. സെലീന എന്ന പേര്. ഇവള് വനിതാ ലീഗിന്റെ തന്നെ ഒരു 10ാം വാർഡിലെ പ്രസിഡന്റ് കൂടെയാണ്. സ്വന്തമായൊരു ടൈലർ ഷോപ്പ് നടത്തുന്നുണ്ട്. അപ്പോൾ അവള് ഇങ്ങോട്ട് പറഞ്ഞു, ഞാൻ തന്നെ ഇവിടെ വന്ന് നിൽക്കാം, ഞാൻ ആ പ്രവർത്തനത്തിൽ എനിക്കതിൽ വളരെയധികം സന്തോഷമേ ഉള്ളൂ. ആ ഉച്ച വരെയുള്ള സമയങ്ങൾ അവളുടെ ഷോപ്പ് വേറൊരാളെ ഏൽപ്പിച്ചിട്ട് അവൾ ഇങ്ങോട്ട് വരികയാണ് ചെയ്യുന്നത്. അവൾ സ്വയം ഏറ്റെടുത്ത ഒരു ഉത്തരവാദിത്വം തന്നെയാണ്. അപ്പോൾ ഇതുപോലെയുള്ള ഉത്തരവാദിത്തത്തിൽ ഒരുപാട് ആളുകൾ നമ്മുടെ വനിതാ ലീഗിന്റെ കീഴിലുണ്ട്. ഇതൊക്കെ തന്നെയാണ് നമ്മളുടെ ഈ പ്രവർത്തനങ്ങളുടെയൊക്കെ ഒരു വിജയം. അപ്പോൾ നമ്മളുടെ വനിതാ ലീഗിന്റെ നേതൃത്വത്തിൽ തുടങ്ങിയ ഒരു റാഹ റിലീഫ് സെല്ലിന്റെ ഓഫീസാണ് ഇപ്പോൾ നമ്മൾ ഈ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ വസ്ത്രങ്ങളുടെ കളക്ഷനൊക്കെ ആയിട്ടുള്ള ഇത് നമ്മൾ മുൻപേ പൂക്കോയ തങ്ങൾ സൗധത്തിൽ വെച്ചിട്ട് നടത്തിയിരുന്നു. 1 വർഷം 2 മാസത്തോളമൊക്കെ നമ്മൾ അവിടെ വെച്ച് ചെയ്തിരുന്നു. വനിതാ ലീഗിന്റെ എല്ലാ പ്രവർത്തകരും കൂടിയിട്ട് കൂട്ടായൊരു പ്രവർത്തനത്തിലൂടെ നമുക്കിത് ഇത്രയും എത്തിക്കാൻ കഴിഞ്ഞു. ഇന്നിപ്പോൾ ഇത് ഇത്രത്തോളം
ഉന്നതിയിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാവരും നമ്മളുടെ കഴിവിന്റെ പരമാവധി ശ്രമിച്ചത് കൊണ്ടാണ് നമുക്ക് ഇങ്ങനൊരു പദ്ധതി കൊണ്ടുവരാൻ കഴിഞ്ഞത്. അത് നമ്മുടെ ബഹുമാനായ കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ നേതൃത്വത്തിൽ മാനിയ കരങ്ങളാൽ ഞാൻ നമ്മൾ അതിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. അപ്പൊ ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഇത് തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മുടെ വനിതാ ലീഗിന്റെ എല്ലാ പ്രവർത്തകരും നമ്മളോടൊപ്പം ഒറ്റക്കെട്ടായി നമുക്ക് മുന്നോട്ട് പോയി ഒരുപാട് പാവങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഈ പ്രവർത്തനം ഒരു പുണ്യകർമ്മം കൂടിയാണ് എന്ന് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് നമ്മളെല്ലാവരും ഒന്നിച്ചെന്നിത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയട്ടെ എന്ന് മാത്രം. ഇവിടെ പാത്രങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, ചില്ലിൻ്റെ നല്ല പ്ലേറ്റുകൾ, അതിലേക്കുള്ള ബോള്, പിന്നെ അങ്ങനത്തെ ചെറിയ സാസറുകൾ, അങ്ങനത്തെ എല്ലാം ചില്ലിൻ്റെ. നമ്മൾ എല്ലാ സാധനവും പുതിയ മോഡൽ ഇറങ്ങുമ്പോൾ പഴയത് ഒഴിവാക്കുമല്ലോ, അപ്പോൾ അതൊരു മൂലക്കൊടി കിടക്കുകയല്ലേ കാരം. അപ്പോൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇവിടെ എത്തിച്ചാൽ അത് വാങ്ങാനും ആളുണ്ട്, കൊടുക്കാനും ആളുണ്ട്. അതേമാതിരി ബുക്സ് ഇട്ടാ എല്ലാ ബുക്കും ഉണ്ട്. പിന്നെ നമ്മൾ പഠിച്ചു കഴിഞ്ഞ എൻട്രൻസിൻ്റെ ബുക്കുകളൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ അവിടെ എത്തിച്ചു കൊടുത്താൽ പുതിയത് തുടങ്ങുന്ന കുട്ടികൾ അത് വാങ്ങി കൊണ്ടുപോകണമുണ്ട്. പുതിയ എണ്ണങ്ങൾക്ക് വേണ്ട എല്ലാ സാധനവും ഉണ്ട് കേട്ടോ. വള, വലിയ ചെയിന്, പിന്നെ ഹെഡ് ചെയിന്, നെക്ലേസ്, മോതിരങ്ങൾ, മാട്ടി, എല്ലാ മുതലും എന്തൊക്കെ വേണ്ട വെച്ചാൽ പണക്കാർ ഒരുങ്ങണ ആ രീതിയിൽ, സാധുക്കൾക്ക് വേണ്ടത് ആ രീതിയിൽ എല്ലാം ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ കല്യാണത്തിന് ആവശ്യമായ എല്ലാ ആഭരണങ്ങളും ഇവിടെ ഉണ്ട്. ആവശ്യമുള്ളവരൊക്കെ ഇവിടെ വന്ന് വാങ്ങുക. ഏത് മോഡലും ഉണ്ട് കേട്ടോ, കനം കുറഞ്ഞതും കനം കൂടിയതും ഒക്കെ ഉണ്ട്. പിന്നെ ഡ്രസ്സ് ഉണ്ടല്ലേ, അതൊക്കെ കല്യാണ ഡ്രസ്സുകളാണ്, ഇഷ്ടം പോലെ ഉണ്ട്. ഇത് മാത്രമല്ല ചെരുപ്പുകളുണ്ട്, പല സൈസ് കളറും ഉണ്ട് കേട്ടോ. ഡ്രസ്സുകൾ തന്നെ കുറേ ഐറ്റംസുകളുണ്ട്, കുട്ടികളത്, ആൺകുട്ടികളത്, പെൺകുട്ടികളത് ഒക്കെ ഉണ്ട്. പിന്നെ കളിക്കാൻ പോണ ആൺകുട്ടികളുണ്ടാവില്ല, ഓർക്ക് പറ്റിയ ടീഷർട്ടുകൾ, ഫാൻറ്റ്, അങ്ങനത്തെ പല ഐറ്റംസുകളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇത് നമ്മൾ ഊരകം പാറക്കണ്ണീരാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോസ് കാണുന്നവരൊക്കെ ഒന്ന് നമ്മളെ റാഹ റിലീഫ് സെല്ലിൽ ഒന്ന് സന്ദർശിക്കുക. പിന്നെ മറ്റുള്ളവർക്ക് അറിയാത്തവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയൊക്കെ തന്നെ ഉള്ളൂ. കാര്യങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും മനസ്സിലായില്ലേ. ഇവിടെ കൊടുക്കൽ മാത്രമല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും വേണ്ടാത്തൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ എത്തിക്കും ചെയ്യാം കേട്ടോ. അതായത് കേടുന്നതല്ല, വലിപ്പം കുറഞ്ഞത് അങ്ങനത്തെ ഒക്കെ ഉണ്ടാവുമല്ലോ, എത്തിക്കും ചെയ്യാം. എല്ലാവർക്കും ഉപകാരം ആകുന്നൊരു പ്രവർത്തനമാണ് ഇപ്പോൾ ഇത്. അപ്പോൾ ജാതി, മതം, പാർട്ടി അങ്ങനെയൊന്നുമില്ല, എല്ലാവർക്കും ഒരുപോലെ കൊടുക്കണ ഒരു ഇതാണ് കേട്ടോ. നമ്മളെ വീഡിയോ അത്രയൊക്കെ തന്നെ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. എല്ലാവർക്കും അസ്സലാമു അലൈക്കും.